ഇനി എന്താ ചെയ്യണ്ടെന്നറിയാവോ? ഹലോ, ആ ഇല്ല, ക്ലീറ്റോ ഇല്ല. അത് ഒരു ലയനത്തിന് പോയേക്കണ്. ലയനത്തിനല്ല, ഒരു ഡൽഹിയിൽ പോയേക്കണ്. അവരുടെ പാർട്ടിയെ വേറെ ഒരു പാർട്ടിയായിട്ട് ലയിക്കാൻ പോണ്. ആ ആണോ? പൈസ വരുമ്പോൾ റെഡിയാക്കിക്കൊണ്ട് വരും എന്നാ പറഞ്ഞേ. ആ ശരി, ശരി ചേട്ടാ, ശരി. പറയാവേ, ഞാൻ വിളിക്കുമ്പോൾ പറയാം. അല്ല, അത് ലയനത്തിലിരിക്കുമ്പോൾ എടുക്കൂലായിരിക്കും ഫോൺ, അതാ ഫോൺ എടുക്കാതിരുന്നേ. ശരി, പറയാം. മുത്തേ, മുത്തേ, എന്തോ ചെവി പൊട്ടിയിരിക്കുവാണോ? ഞാൻ കേൾക്കുന്നുണ്ട്. വിളിച്ച അവിടെ ഒരു കൊച്ചു ഉറങ്ങുന്നുണ്ട്, വല്ല ബോധമുണ്ട്? അവൾ എണീക്കൂല അവൻ. അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് അലർന്നതോ? ബോധമില്ലാത്തല്ലേ ഇവിടെ ഞാനുണ്ടല്ലോ ഒരു അടിമയായിട്ട്. കൊച്ചുണരുന്നു, വീണ്ടും പോയി നോക്കുന്നു. ഒന്ന് ഉറക്കി കിടത്തെ പാട് എനിക്കറിയാം. എന്ത് പാട്? നല്ല പാടാണ് കൊച്ചുങ്ങളെയൊക്കെ നോക്കാം. അമ്മയ്ക്ക് ഇങ്ങനെ അടുക്കളയെന്ന് പറഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയല്ലോ. അടുക്കളയെന്ന് പറഞ്ഞു നിനക്കൊന്ന് വിളി കേൾക്കണോണ്ട് എന്താ നിനക്ക് കുഴപ്പം? നിനക്കൊന്ന് വിളി കേൾക്കണോണ്ട് എന്താ കുഴപ്പം? ഇത്രയും നേരം കൊച്ചിനെ നോക്കിയിട്ട് മനുഷ്യൻ നാട്ടിൽ നിവർത്താനാണോ ഒന്ന് വെളിയിറങ്ങിയത്? അവിടെ ഇരിക്കാനും സമ്മതിക്കൂല. അയ്യോ, നീ എന്തോന്ന് ഇവിടെ ഇത്ര മല മറിച്ചത്? എന്താ കൊച്ചിനൊന്നും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടണതാണോ? കൊച്ചിനെ നോക്കണം, ഡൈപ്പർ മാറ്റണം, അവന് കുറുക്ക് കാച്ചണം, അവന് അത് കൊടുക്കണം, അവന് ഉറക്കണം. അത് ഉണർന്നാ ഞാൻ നോക്കണം. ഇതൊന്നും ഇവിടെ ആരും ഒന്നും കാണുന്നില്ലേ? അമ്മയ്ക്ക് എന്തുകൊണ്ട് 2 വെണ്ടക്കരിയാണ് എടുത്തിടണം, കുക്കർ വയ്ക്കണം, സാമ്പാർ. നിനക്ക് അല്ലെങ്കിൽ ഇത്തിരി തൻ്റെടോ അഹങ്കാരം കൂടുന്നുണ്ട് മുത്തേ. അത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കണം. പട്ടിയെ പോലെ ഇവിടെ ഒന്ന് നോക്കിയടി, ഈ പെര എങ്ങനെയടി കിടക്കണത്? നേരം വെളുത്തിട്ട് ഒരു ചൂലിന്റെ അറ്റത്തിനകത്ത് തൊട്ടിട്ടുണ്ട്. ഇനി അടിച്ചാ പോലെ അതിനിങ്ങനെ തൊണ്ട ഉറക്കേണ്ട ആവശ്യം. അതാ പറഞ്ഞത്, തൊള്ള തുറക്കുമ്പോ വിളി കേൾക്കണം. എന്തോന്നൊന്ന് വിളി കേട്ടാ നിനക്ക് എന്താ കുഴപ്പം? ഇനി വിളിച്ചിട്ട് വിളി കേട്ടില്ലെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ കിണറ്റിലിടും കേട്ടല്ലോ. ക്രൂരമ്മ ഒന്നുകൂടെ പറഞ്ഞടി. കൂര സ്വന്തമായിട്ട് ഇങ്ങനെ വിചാരിച്ചു വെച്ചേക്കണേ. ഇങ്ങനെ പലരും വരുമ്പോ പുറത്ത് വരുന്ന എന്റെ മാമി കൊച്ചിനെ നോക്കിയിട്ട് ഞാനൊന്ന് നടു നിവർത്താൻ വെളിയിറങ്ങി. കൊച്ചുറങ്ങണുണ്ട്, ഞാനൊന്ന് നടുവെക്കാൻ വെളിയിറങ്ങി. ഇവിടുത്തെ സകലமான പണി ഞാനാണ് ഇപ്പൊ എടുക്കുന്ന ഹാഫ്. എന്നിട്ടും കിടന്ന് വിളി ഒരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കൂല. എടി, സകലമാന പണിയെടുത്ത് നീ പെരൊന്ന് അടിച്ചു വരാൻ പറഞ്ഞതിനടി വിളി കിടന്ന് പ്രസംഗിക്കണത്. ഇല്ലാത്ത കുറവ് നിങ്ങൾ രണ്ടും കൂടെ നന്നായിട്ട് നികത്തുന്നുണ്ട്. എടി, ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പെങ്കൊച്ചുള്ള വീടായിട്ട് ഇത് കണ്ടാ തോന്നോ? ഇവിടെ ഒരു പെങ്കൊച്ചും അല്ല, 2 പെങ്കൊച്ചുങ്ങളുണ്ട്. രാവിലെ എന്നിട്ട് തൂത്താൻ എന്താ കുഴപ്പം? കയ്യിലെ വള ഊരി പോകും. മാമി എന്റെ അടുത്ത് ഇപ്പോഴാണ് പറഞ്ഞത് തൂക്കണ കാര്യം. ഈടി ഇത് പറഞ്ഞാൽ മാത്രമാണോ ചെയ്യാറുള്ളൂ? നിനക്ക് നീ പറഞ്ഞിട്ടാണ് നിനക്ക് ഞാൻ ചോറും കറിയും തരുന്നത്. അതൊക്കെ കണ്ടും കേട്ടും പെമ്പിള്ളേർ ചെയ്യണം. എല്ലാത്തിനും എന്റെ കൈ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലേ ചെയ്യുള്ളൂ ചേച്ചിക്ക് അറിയാലോ. അപ്പൊ രാവിലെ എനിക്കൊന്ന് പറഞ്ഞേക്കണം അങ്ങോട്ട്. പ്രോബ്ലം സോൾവ് ചെയ്യാം.